ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അയലക്കറിയാണ്. അപ്പം നമുക്ക് അയലക്കറി തയ്യാറാക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അയലക്കറിയാണ്. ആവശ്യമുള്ള സാധനങ്ങൾ: വേപ്പില, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറുനാരങ്ങ, ഒരു സവാള. നമ്മൾ നേരത്തെ തന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് മീൻ മിക്സ് ചെയ്ത് വെച്ചാണ്. ഇനി നമുക്ക് ആദ്യം തന്നെ സവാള കട്ട് ചെയ്യാണ്. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഇഞ്ചി കട്ട് ചെയ്യാണ്. നമ്മൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ചട്ടി അടുപ്പത്ത് വെക്കുകയാണ്. ഗ്യാസ് അടുപ്പിലാണ് ഇന്ന് കറി വെക്കുന്നത്. ഇനി നമ്മൾ ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടി നന്നായിട്ട് ചൂടായി. ഇനി ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. അതുപോലെ തന്നെ കടുകും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നേരത്തെ മാറ്റി വെച്ച തക്കാളി, സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ചെറിയ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് നമ്മൾ. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. ഒരു ചെറുനാരങ്ങൻ്റെ പകുതി നീര് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ. നമ്മുടെ മീൻകറി റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. തിളച്ച് വരുമ്പോൾ തന്നെയാണ് നമ്മൾ ഇടുക. അപ്പം നമ്മുടെ അയലക്കറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.